ഗ്രാമസഭാ കമ്മിറ്റി കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട എൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, തൊഴിലുറപ്പ് മേറ്റുമാർ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ളവരെ, എൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ ഇപ്പം ഇന്ന് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായും ഒരു വാർഡിൻ്റെ കാര്യങ്ങൾക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിലും കുറേയേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടെന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ആദരവ് ആദ്യം തന്നെ ഈ ആദരവ് തന്ന നമുക്ക് എല്ലാവർക്കും എല്ലാവിധ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്കറിയാം, ഞാൻ ഫസ്റ്റ് തന്നെ മെമ്പറായ പാടി തന്നെ കോവിഡ് സമയത്തായിരുന്നു. അപ്പം കുറേ പ്രശ്നങ്ങൾ എനിക്ക് ആ സമയത്തുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ സുഖമില്ലാത്ത സമയം, അച്ഛൻ മരണപ്പെട്ടു, ഭർത്താവ് കോവിഡ്-19 ഹോസ്പിറ്റലായി. ആ സമയത്തൊക്കെ എനിക്ക് പരമാവധി എൻ്റെ വാർഡിലെ ആൾക്കാർ ഓരോ പ്രശ്നങ്ങളും ഫോൺ വിളിക്കുമോ അവരുടെ കാര്യങ്ങൾ നിരന്തരമായി വിളിച്ചു അന്വേഷിക്കുകയും അതുപോലെ തന്നെ കോവിഡ് വന്ന വീട്ടിൽ പോകാൻ പറ്റാത്ത വീടുകളിൽ വിളിച്ച് അന്വേഷിച്ച് അവർക്ക് ഗുളിക എത്തിക്കാൻ പറ്റുമെങ്കിൽ ഗുളിക എത്തിച്ച് എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്കറിയാം, നമ്മുടെ വാർഡുകളിൽ കുറേയേറെ റോഡുകളും ഫുട്പാത്തുകളൊക്കെ എന്നും കുറേ ഉണ്ട്. എന്നാലും കുറേയേറെ റോഡുകളൊക്കെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം റോഡിൻ്റെ എല്ലാം ഇവിടെ പറയണമെന്നില്ല, ഗ്രാമസഭയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ തന്നെ പനോളിമുക്ക് രാമത്തുകാട് റോഡ് അതെനിക്കൊന്ന് കുറേ വർഷം മുന്നേ വലിയ പ്രശ്നമായ ഒരു റോഡായിരുന്നു. 21,29,000 രൂപ വെച്ച് ആ റോഡ് പൂർത്തിയായി. അങ്ങനെ കുറേ റോഡുകളുടെ പേരുകൾ എണ്ണി ഞാൻ പറയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ മുയിപ്പുറ പടിഞ്ഞാറ് കിഴക്കേ വയൽക്കൊരു ഫുട്പാത്താണ്. നമുക്ക് പോകുന്നതിനെ കൊണ്ടും അത് പൂർത്തീകരിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സൊസൈറ്റി